जननी कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि जननी कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि യുവസുധർ ഞങ്ങൾക്കഭിമാനം നിൻമഹിത ജയോജ്വല ചരിതം ഋഷിമുനിദത്തം സകലഹിതാർത്ഥം നിരുപമ സംസ്കാരം തലമുറകൾക്കായി പകർന്നിടാനീ സനാതനം ധർമ്മം പലവുരു പാടാം വിശ്വം മുഴുവൻ തവ മഹിമകൾ ഞങ്ങൾ എന്നും തവ മഹിമകൾ ഞങ്ങൾ जननी कर्मभूमि जननी धर्मभूमि जननी ज्ञानभूमि जननी जन्मभूमि മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ യുവജന വിഭാഗമായ അമൃത യുവധർമ്മധാരയുടെ കേരള ചാപ്റ്റർ ഈ ഭാരതത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷം എങ്ങനെ ആഘോഷിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് ചില പരിപാടികൾ എല്ലാ കേരളത്തിലുടനീളം ആശ്രമശാഖകളിൽ അത് ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. അയുദ്ധിൻ്റെ ചാപ്റ്റർ, അയുദ്ധ എന്നാണ് പറയുന്നത്, യുവധർമ്മധാരയുടെ ഷോർട്ട് ഫോം, അയുദ്ധിൻ്റെ ശാഖകളിൽ ആഘോഷിക്കാൻ നിശ്ചയിച്ചപ്പോൾ ജനനി ജന്മഭൂമി എന്ന ഒരു തീം എടുത്തുകൊണ്ട് അത് ആഘോഷിക്കാനാണ് നിശ്ചയിച്ചത്. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഭാരതത്തിൻ്റെ മഹത്വം മറ്റ് രാഷ്ട്രങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം, സനാതനധർമ്മത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂരെല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ ഭാരതം നേരിടുന്ന ഒരുപാട് വൈദേശിക അക്രമങ്ങൾ, തീവ്രവാദത്തിന് ഇതിനെതിരെ നമ്മുടെ ചുണക്കുട്ടികളായിട്ടുള്ള പട്ടാളക്കാർ, CRPF മറ്റ് ആർമി, നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, പട്ടാളം ഇതിന് ചെയ്ത ആ ത്യാഗം, ശക്തമായി തിരിച്ചടിച്ചത്, ശക്തമായി പ്രതിരോധിച്ചത്, വിജയിച്ചത്, അതുകൂടി ഇതിലൊരു ഘടകം വരണം എന്നുള്ള തരത്തിലാണ് ആഘോഷം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു തീം സോങ് എന്തുകൊണ്ടായിക്കൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഈ സോങ്, ഈ ഗാനം എഴുതിയത്. ജനനി ജന്മഭൂമി എന്ന് തുടങ്ങുന്ന ആ ജനനി കർമ്മഭൂമി, ധർമ്മഭൂമി, പിന്നെ ജ്ഞാനഭൂമി, ജനനി ജന്മഭൂമി, ഭാരതത്തിൻ്റെ മഹത്തായ ആ മഹത്വം അവിടെ കാണിക്കുന്ന പോലെ അത് 2 സ്റ്റാൻസുകളിൽ അങ്ങനെ എഴുതിയത്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ പറയുന്നത് യുവസൂത്ര ഞങ്ങൾക്ക് അഭിമാനം നിൻ മഹിത ജയോജ്വല ചരിതം, ഭാരതത്തിൻ്റെ ആ വിജയചരിതം ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുപോലെ ഋഷിമുനിദത്തം സകലഹിതാർത്ഥം, ഇത് ലോകത്തിന് മുഴുവൻ ഹിതകരമായിട്ടുള്ള സംസ്കാരമാണ് ഭാരതത്തിൻ്റെ. അല്ലാതെ ഭാരതം മാത്രം ജയിക്കട്ടെ എന്നോ ഭാരതം മാത്രം സുഖിക്കട്ടെ, ലോകാസമസ്ത എന്ന് പറഞ്ഞുകൊടുത്ത് ഭാരതം മാത്രം നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സംസ്കാരം, ആ സനാതനധർമ്മ സംസ്കാരം വിശ്വം മുഴുവൻ പകർത്താൻ പലവുരു പാടാം വിശ്വം മുഴുവൻ തവ മഹിമകൾ ഞങ്ങൾ എന്ന രീതിയിൽ ആദ്യത്തെ സ്റ്റാൻസിൽ പറയുന്നു. പിന്നീട് ഇപ്പോഴത്തെ ഈ വിഷയം ഓപ്പറേഷൻ സിന്ദൂറിൽ വന്ന ആ വിഷയത്തിൽ പറയുന്നത് പിന്നെ അമ്മയുടെ ലലാടമെന്തും കാശ്മീരം മായ്ക്കാൻ, കാശ്മീരം എന്ന് പറഞ്ഞാൽ സിന്ദൂരം എന്നർത്ഥം വരും, ലലാടം. ഭാരതാംബയെ നമ്മൾ ഒരു സ്ത്രീ അമ്മയായിട്ട് കാണുമ്പോൾ ആ കാശ്മീർ ശരിക്കും ഒരു നെറ്റിത്തടത്തിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ അവിടെയുള്ള ആ സിന്ദൂരം, കാശ്മീരം എന്ന് പറഞ്ഞാൽ സിന്ദൂരം എന്നും അർത്ഥം വരും. അത് മായ്ക്കാൻ കലിയുഗ രാക്ഷസർ ഇനിയും നിന്നേർ കലറിയെടുത്തേക്കാം, ഇനിയും ഈ കലിയുഗ രാക്ഷസന്മാരായിട്ടുള്ള നമ്മളെ വിധ്വംസകർ വന്നേക്കാം. പക്ഷെ അവിടെ നവയുവരക്തം ചാലിച്ചെഴുതാം നെറുകയിൽ സിന്ദൂരം, ഞങ്ങളുടെ രക്തം കൊണ്ട്, യുവാക്കളായ ഞങ്ങളുടെ രക്തം കൊണ്ട് അമ്മയുടെ ലലാടത്തിൽ, നെറ്റിയിൽ സിന്ദൂരം അണിയിക്കാം. ഇത് പിന്നെ ഇനിയുമൊരു കരവും അതിൽ നേർക്കുയരാതെ അനവരതം കാക്കാം, ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു ഇത് വരാതെ ഞങ്ങൾ കാക്കാം, ഇതിനെ സംരക്ഷിക്കാം എന്നുള്ള ആ ഒരു തീവ്രമായ ദേശസ്നേഹത്തിൻ്റെ ആ ഒരു സന്ദേശമാണ് ഒരു ചെറിയ ഒരു എളിയ ഗാനപുഷ്പത്തിലൂടെ ഭാരതാംബയ്ക്ക് നമ്മൾ അർച്ചിക്കാൻ ശ്രമിച്ചത്. അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്.